ഹലോ എവരിവൺ, എല്ലാവർക്കും ഗ്ലോസസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെ നമ്മുടെ ഡ്രസ്സുകളിൽ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ഫ്രോക്ക് ഹേസലിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സത്യം പറയുന്നത് ഇതുവരെ ഒരു ഫൈനലിലെത്തിയില്ല, കാരണം സമയം കിട്ടുമ്പോൾ കുറേശ്ശായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷോൾഡറിലായിട്ട് ഇതുപോലെ ബ്ലൂവിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട് ഇതുപോലെ സോൾഡറിങ് ആണ് വെച്ച് എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പം പലർക്കും അറിയാവും, എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലൊരു കട്ടിയുള്ള പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കാർബോർഡ് പീസ് എടുക്കാം, അല്ലെങ്കിൽ മെറ്റൽ പീസ് എടുക്കാം. ഏറ്റവും നല്ലത് എപ്പോഴും നമുക്കൊരു മോൾഡ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഈ അലുമിനിയം ഷീറ്റ് കൊണ്ട് അല്ലെങ്കിൽ മെറ്റൽ മേടിക്കാൻ കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഡ്രോ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ്ട. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു പേപ്പർ എടുത്തിട്ട്, കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഞാനൊരു ഫ്ലവർ വരച്ച് കാണിക്കാം. പല രീതിയിലുള്ള ഡിസൈൻസ് ചെയ്യാം കേട്ടോ. നമുക്ക് ആ ഒരു ടെക്നിക്ക് കിട്ടിയപ്പോൾ നമുക്ക് ഏത് ഡിസൈനും ചെയ്യാൻ പറ്റും. ഫ്ലവർ തന്നെ വേണമെന്നില്ല, മറ്റേ സ്റ്റാർ, വേറെ എന്ത് ഡിസൈനും നമുക്ക് ചെയ്ത് കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിലും യോക്ക് പോർഷനിലാണെങ്കിലും ഷോൾഡറിലും അവിടെ എന്ത് ഡിസൈനും നമുക്ക് ചെയ്യാൻ പറ്റും. നെറ്റിലാണെങ്കിലും ആപ്ലിക് വർക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്തും സോൾഡറിങ് വെച്ചും ചെയ്യാൻ പറ്റും. ഇനിയും സോൾഡറിങ് ആണ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മെഷീനാണ് കറണ്ട് കുത്തി നമുക്ക് ഇങ്ങനെ ഫാബ്രിക്കോ അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ ഉരുക്കിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഓക്കെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക വെച്ച് ഇത് ഫുള്ള് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലെടുക്കണം. ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയ ശേഷം ഞാൻ സാറ്റിനാണ് ഫാബ്രിക് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. കോട്ടൺ അല്ലാത്ത ഏത് ഫാബ്രിക്കും എടുക്കാം, കാരണം മറ്റ് ഫാബ്രിക്സൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരുക്കി കിട്ടും, ഷേപ്പിൽ കിട്ടും. കോട്ടൺ ആണെങ്കിൽ അങ്ങനെ കട്ടായിട്ട് വരില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്ലൂ സാറ്റിനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇരുന്ന് ബാലൻസ് ഒരു പീസ് വെച്ചാണ് കാണിക്കുന്നത്. ഇത് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട്, ഇതാണ് സോൾഡറിങ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഒരു മെഷീനാണ്. ഇതാണ് നമ്മൾ കറണ്ട് കുത്തി കഴിയുമ്പോൾ ഇതുപോലെ ചൂടായിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അത് നമ്മൾ ചൂടായ ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഡ്രോ ചെയ്തെടുക്കുക. അതിനനുസരിച്ച് അവിടെ ഉരുകി ആ ഒരു ഫ്ലവർ പാറ്റേണിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു സോൾഡറിങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിത് രണ്ടാമത്തെ സോൾഡറിങ്ങാണ് വാങ്ങിക്കുന്നത്. കാരണം ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 4 മോൾഡ് വേറെ എക്സ്ട്രാ കിട്ടും. മറ്റേതിപ്പോൾ 200 രൂപ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊരു 600 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് അത് ഒരുക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒരു സാറ്റിൻ്റെ ഒരു കുട്ടി ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ്, അതിൻ്റെ ഷോൾഡറിൽ വൈറ്റ് സാറ്റിനാണ്, 2 ഡബിൾ ഫ്ലവർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. എന്തായാലും ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു ഫ്രോക്കാണ് കേട്ടോ. അതിൻ്റെ പിങ്ക് കളറിലെ ഫ്രോക്കിൽ ബ്ലൂ കളറിലെ സാറ്റിൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബീഡൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ അത് അല്ലാതെ കൈകൊണ്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ബീഡ് വെച്ചും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഫിക്സ്ഡ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ചെയ്യൂ. ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്